പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഒരു ടൈറ്റ് ആയിട്ടുള്ള ഡയറ്റ് പ്ലാനാണ് പറഞ്ഞു പോകുന്നത്. കാരണം ഒരുപാട് ആളുകൾ കമൻറ്റിലൂടെയും അല്ലെങ്കിൽ മെസ്സേജിലൂടെ അയച്ച കുറേ കാര്യങ്ങൾക്കുള്ള ഒരു ആൻസർ കൂടിയാണ് ഇന്നത്തെ വീഡിയോ പറയുമ്പോൾ. ഇനിയിപ്പോൾ കുറേ നാളായിട്ട് വർക്കൗട്ടും അല്ലെങ്കിൽ ഡയറ്റൊന്നും ഫോളോ ആയിട്ട് റിസൾട്ട് കിട്ടാത്ത ആളുകളാണെങ്കിലും ആദ്യമായിട്ട് വരുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റിയ കാര്യം തന്നെയാണ്. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു 2 ടൈമിൽ നമ്മൾ വർക്കൗട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ബാക്കി കഴിക്കേണ്ട ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് അത്ര മറ്റുള്ളതിൽ പറയുന്ന പോലെ അത്ര കംഫർട്ടുള്ള കാര്യങ്ങളല്ല, കുറച്ചൊന്ന് ടൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു കാര്യം ഫോളോ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരു നല്ല റിസൾട്ട് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ തന്നെയാണെങ്കിൽ എൻ്റെ ക്ലയൻസിനെ കൊടുത്തിട്ട് നല്ലൊരു റിസൾട്ട് ഉണ്ടായിട്ടുള്ള കാര്യം തന്നെയാണത്. അതുകൊണ്ടാണ് ഷെയർ ചെയ്യുന്നത്. പിന്നെ പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം. നമ്മൾ മുൻപുള്ള വീഡിയോസിൽ ഇതേപോലെ പറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ സ്കിപ്പ് ചെയ്ത് പോകുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. കാരണം ഒരുപാട് ആളുകളുടെ കമൻറ്റിലും മെസ്സേജിൽ നിന്നൊക്കെ മനസ്സിലായ കാര്യമാണ് പല കാര്യങ്ങൾക്ക് അവർക്ക് കിട്ടുന്നില്ല. പക്ഷേ ആ കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ പറഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങളുമായിരിക്കും. എന്നിട്ടും മനസ്സിലാവാത്തത് നമ്മൾ സ്കിപ്പ് ചെയ്ത് പോകുന്നതുകൊണ്ടാണ്. മുഴുവനായിട്ടും കാണുക. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള കംപ്ലീറ്റ് കാര്യം ഒരു മെനു പറഞ്ഞു പോവുകയാണ്. അപ്പോൾ നമ്മൾ വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ നിർബന്ധമാണ്. നമ്മൾ രാവിലെയും വൈകിട്ടും വർക്കൗട്ട് ആഡ് ചെയ്യണം. വൈകിട്ട് സമയത്ത് നമുക്കൊരു ലോ ഇൻറ്റൻസിറ്റി വർക്കൗട്ട്, അതായത് വാക്കിംഗ് പോലുള്ള വർക്കൗട്ടൊക്കെ മതി. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഫസ്റ്റ് മറ്റു ഡയറ്റിൽ പറയുന്ന പോലെ തന്നെ രാവിലെ നമ്മൾ ഡയറക്റ്റ് 2 ഗ്ലാസ് വെള്ളം കുടിക്കില്ല ചെയ്യുന്നത്. നമ്മൾ തലേ ദിവസം കുറച്ചൊരു മുന്തിരി എടുത്തിട്ട് 1-2 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരി എടുത്തിട്ട് സാധാരണ വെള്ളത്തിലിട്ട് വെക്കുക. 1 ഗ്ലാസ് വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. രാവിലെ ആകുമ്പോഴത്തേക്കും ശരിക്കും അത് കുതിർന്നുണ്ടാവും. ഈ ഒരു വെള്ളം എടുത്തിട്ട് രാവിലെ നമ്മൾ ഫസ്റ്റ് കുടിക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആ മുന്തിരിയും ചവച്ച് കഴിക്കാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയ ചൂടിലുള്ള 2 ഗ്ലാസ് വെള്ളം കുടിക്കുക. ഇതിൽ വേണമെങ്കിൽ നമുക്ക് ചെറുനാരങ്ങ പിഴിയാൻ പ്രശ്നമില്ല. അത് ഓരോരുത്തരുടെയും ചോയ്സ് അനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ളൊരു ഫ്രൂട്ട് കഴിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ആപ്പിൾ കഴിക്കാം, അല്ലെങ്കിൽ ഒരു റോബസ്റ്റ പഴം കഴിക്കാം, ഒരു ഓറഞ്ച് കഴിക്കാം. ഏതെങ്കിലും ഒന്ന് ആവശ്യമുണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ വേറെ അതിൻ്റെ കാര്യമില്ലെങ്കിൽ നിങ്ങൾ കഴിക്കേണ്ട കാര്യമില്ല, കഴിക്കാം. ഇത് കഴിക്കുകയാണെങ്കിൽ ഒരു 10 മിനിറ്റിന് ശേഷം നമ്മൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യും. അതായത് ഒരു 1 അവർ നമ്മൾ രാവിലെ വർക്കൗട്ട് ചെയ്യുകയാണ്. വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന ആളാണെങ്കിലും അല്ലെങ്കിൽ സ്ഥിരമായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, അത് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. അതല്ല ആദ്യമായിട്ട് വരുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള എല്ലാ വർക്കൗട്ടുകളും താഴെ ഞാൻ കൊടുത്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ അത് നോക്കി നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. 1 മണിക്കൂറത്തെ വർക്കൗട്ടിന് ശേഷം കുറച്ച് സമയം ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ ഗോതമ്പിൻ്റെ ചപ്പാത്തി അല്ലെങ്കിൽ ദോശ, ഇതിലേതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഗോതമ്പിൻ്റെ തന്നെയാണ് നമ്മൾ കഴിക്കണം. കാരണം മറ്റ് ഡയറ്റിൽ പറയുന്ന പോലെ തന്നെ നമ്മൾ അരിയുടെയോ അല്ലെങ്കിൽ വേറെ ദോശ, ഇഡ്ഡലി സാധനങ്ങളൊന്നും അടിയുന്നില്ല, ഉപ്മാവൊന്നും അടിയുന്നില്ല. ഗോതമ്പിൻ്റെ ചപ്പാത്തി ദോശ തന്നെ കഴിക്കാം. 1-2 എണ്ണം കഴിക്കാം. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് സലാഡ് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കറി ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾ മുളപ്പിച്ച പയറോ അല്ലെങ്കിൽ നോർമലി ചെറുപയർ, മമ്പയർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ പയർ കൊണ്ടുള്ള തോരനോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള പയർ കൊണ്ടുള്ള കറിയോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം ഉപയോഗിക്കാം. നമ്മൾ വേറെ നോണൊന്നും അവിടെ ഉപയോഗിക്കേണ്ട കാര്യമില്ല, ഉപയോഗിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ എഗ് വൈറ്റ് പോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും ലൈറ്റ് ആയിട്ടുള്ളതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ. ഇത് കഴിഞ്ഞിട്ട് നമ്മളൊരു 11 മണി ആ ഒരു സമയം നമുക്ക് ഏതെങ്കിലും ഒരു ഫ്രൂട്ട് കഴിക്കാം. ഒന്നുമില്ലെങ്കിൽ ഒരു ആപ്പിൾ കഴിക്കാം, അതല്ലെങ്കിൽ പഴം കഴിക്കാം. ഇതും അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന ഒരു ഫ്രഷ് ജ്യൂസ് ആണെങ്കിൽ ഒരു ഫ്രഷ് ജ്യൂസ് കഴിക്കാം. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ കിട്ടുമെങ്കിൽ മാത്രം നട്ട്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഒന്ന് കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇത് കഴിഞ്ഞ് നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ചാണ്. ലഞ്ച് ഏകദേശം ഒരു 1 മണിയൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ഇതിനും നമ്മൾ ഫോളോ ചെയ്യേണ്ടതെന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ 2 ചപ്പാത്തി, അത് നിങ്ങൾക്ക് ദോശയോ അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ തന്നെ വേണം. ഗോതമ്പിൻ്റെ ചപ്പാത്തിയോ ഗോതമ്പിൻ്റെ ദോശയോ അതിങ്ങനെ ഉപയോഗിക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ചിക്കൻ്റെയോ അല്ലെങ്കിൽ ഫിഷിൻ്റെ കറി ഉപയോഗിക്കാം. നോണാണെങ്കിൽ. വെജ് ആണെങ്കിൽ നിങ്ങൾക്ക് സെയിം പയറിൻ്റെ തോരനോ അല്ലെങ്കിൽ പയർ കറി ഉപയോഗിക്കാം. ഈ കാര്യങ്ങളൊക്കെ മുളപ്പിച്ചിട്ടൊക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ പയർ വർഗ്ഗങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു സാധനം നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതുകൊണ്ടുള്ള കറിയോ തോരനോ ഒക്കെ ഉപയോഗിക്കാം. പിന്നെ ഉച്ചയ്ക്ക് നിങ്ങൾ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് വെജോ അല്ലെങ്കിൽ ഫ്രൂട്ടോ സലാഡ് കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അതുകൂടി അതിൻ്റെ കൂടെ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ 4 മണി ആ സമയമാകുമ്പോൾ നമ്മൾ 11 മണിക്ക് കഴിച്ചതുപോലെ തന്നെ സെയിം ആണ്. അതായത് ഏതെങ്കിലും ഒരു ഫ്രൂട്ട് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. അതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഓറഞ്ച് തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ ഒരു റോബസ്റ്റ് പഴം, അല്ലെങ്കിൽ ഒരു ആപ്പിൾ, ഇതിലേതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഇതൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു പിടി നട്ട്സോ അല്ലെങ്കിൽ ബദാമോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാം. അതല്ല നിങ്ങൾക്ക് ഫ്രൂട്ട്സ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഏറ്റവും നല്ലതാണ്, ഫ്രൂട്ട്സ് തന്നെ കഴിച്ചോളുക. പിന്നെ നമ്മൾ വരുന്നത് ഡിന്നറാണ് വരുന്നത്. മാക്സിമം നമ്മൾ ഇതിന് മുമ്പ് പറഞ്ഞു പോയിട്ടുള്ള പോലെ തന്നെ മാക്സിമം നമ്മളൊരു 2 മണിക്കൂർ, കിടക്കുന്നതിനൊക്കെ 2 മണിക്കൂർ മുമ്പ് കഴിക്കണം. അതല്ലെങ്കിൽ നിങ്ങളൊരു 7 മണി അല്ലെങ്കിൽ മാക്സിമം നമുക്ക് എത്ര നേരത്തെ കഴിക്കാൻ പറ്റും. ഇപ്പോൾ വർക്കും കാര്യങ്ങളൊക്കെ ആളുകയാണെങ്കിൽ പറയുന്ന ടൈമിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഡിന്നർ നിങ്ങൾ എത്ര നേരത്തെ പറ്റുമോ അത്രയും നേരത്തെ കഴിച്ചോളൂ. അപ്പോൾ ഡിന്നർ നമ്മൾ കഴിക്കുന്നതെന്ന് പറഞ്ഞെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ദഹിക്കാൻ സഹായിക്കുന്ന ഫുഡ് കഴിക്കാം. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഗോതമ്പിൻ്റെ ചെറിയ നുറുക്കൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ടുള്ള കഞ്ഞി കുടിക്കാം, അല്ലെങ്കിൽ സാധാരണ അരിയുടെ ആണെങ്കിലും കഞ്ഞി കഴിക്കാം. അതല്ലെങ്കിൽ ലേറ്റായിട്ട് ഏറ്റവും പെട്ടെന്ന് ദഹിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താ ഉള്ളത്? ഇപ്പോൾ നമുക്ക് ഓട്സ് ഒക്കെ ആണെങ്കിൽ കുറേ ആളുകൾ ചോദിച്ചിരുന്നു രാത്രി ഓട്സ് കഴിക്കാൻ പറ്റുമെന്ന്. ഈ ഓട്സ് നമ്മൾ എപ്പോഴും കഴിക്കരുത്, ഇടയ്ക്കൊക്കെ നമുക്ക് കഴിക്കാം. എപ്പോഴും കഴിക്കുമ്പോൾ അതിൽ കാർബും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കത് ബുദ്ധിമുട്ടാവും. എപ്പോഴും കഴിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഇടയ്ക്ക് ഓട്സ് ആക്കാം. ഓട്സ് കൊണ്ടുള്ള കഞ്ഞി പെട്ടെന്ന് ദഹിക്കാൻ പറ്റിയ കാര്യങ്ങളാണ്. അല്ലെങ്കിൽ സാധാരണ അരി ഉപയോഗിച്ചുള്ള കഞ്ഞി കഴിക്കാൻ പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാം. ഇതിൻ്റെ കൂടെയും നമുക്ക് പയർ തോരൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ കറികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് പറഞ്ഞു പോയ ഈ ഡയറ്റിൽ ഒരു ആർഭാട കാര്യങ്ങളൊന്നുമില്ല. കാരണം മറ്റ് ഡയറ്റിൽ പറഞ്ഞു പോകുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കഴിക്കാൻ, നോൺ വെജ് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഇന്ന് നമ്മൾ പറഞ്ഞ ഈ രീതിയിൽ തന്നെ നിങ്ങൾ ഫോളോ ചെയ്ത് പോകണം. ചപ്പാത്തിയും കാര്യങ്ങളും
പിന്നെ നമ്മൾ ഒരു ഡയറ്റും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്ന സമയത്ത് നമുക്ക് പറ്റുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ മാക്സിമം ഒരു പ്രോട്ടീനും അല്ലെങ്കിൽ ന്യൂട്രീഷൻ ആയിട്ടുള്ള ഒരു ഫുഡ് നമുക്ക് ഇൻടേക്ക് ചെയ്യാൻ പറ്റാറില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ 2 ടൈമിൽ തന്നെ ചപ്പാത്തി കഴിച്ചു പോയി, രാത്രി നമ്മൾ കഞ്ഞി കഴിച്ചു. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ എന്ത് കഴിക്കുന്നുള്ളത് നിങ്ങൾ തിരഞ്ഞെടുക്കണം. കാരണം ഒരു ദിവസം നമ്മൾ ഡയറ്റൊക്കെ ഫോളോ ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും ഇതുപോലൊരു ടൈറ്റ് ഡയറ്റൊക്കെ ആകുമ്പോൾ ഒരു 1-2 തവണയെങ്കിലും സലാഡോ അല്ലെങ്കിൽ ഫ്രൂട്ട്സൊക്കെ നമ്മളെ ഭക്ഷണത്തിൽ കൃത്യമായിട്ട് ആഡ് ചെയ്തിരിക്കണം ഏതെങ്കിലും ഒരു രൂപത്തിൽ. അപ്പോൾ അത് നിങ്ങൾ ഐഡിയ പോലെ നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഒരു ഡയറ്റ് പ്രകാരം നമ്മൾ ഇന്ന് പറഞ്ഞ ഡയറ്റ് പ്രകാരം ഈ രീതി തന്നെ ഫോളോ ചെയ്യുക. ബാക്കി നമ്മൾ ഒരു ഡയറ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എന്തൊക്കെ നമ്മൾ ഏതൊക്കെ രീതി കഴിക്കണം എന്നുള്ളതൊക്കെ മുൻപ് പറഞ്ഞു പോയിട്ടുള്ള ഡയറ്റിലൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ അതിനൊക്കെ ലിങ്ക് താഴെ കൊടുക്കുന്നത് ചെക്ക് ചെയ്ത് നോക്കുക, അതിനുശേഷം സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ നമ്മളൊരു പറയാൻ വിട്ടുപോയൊരു കാര്യം എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ 2 നേരം വർക്കൗട്ട് പറഞ്ഞു. ഓൾറെഡി നമ്മൾ രാവിലെ 1 മണിക്കൂർ വർക്കൗട്ട് ചെയ്തു. വൈകുന്നേരം നമ്മളൊരു 4 മണിയാകുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ എന്തെങ്കിലും ഫ്രൂട്ടോ എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞല്ലോ. ആ ഒരു കാര്യം കഴിച്ചതിന് ശേഷം നമുക്ക് ഒരു വർക്കൗട്ട് ചെയ്യണം. നിങ്ങൾ വൈകുന്നേരം കഴിക്കുകയാണെങ്കിൽ ഒരു ലോ ഇൻറ്റൻസിറ്റി, കാരണം രാവിലെ നമ്മൾ നന്നായിട്ട് വർക്കൗട്ട് ചെയ്താണ്. അപ്പോൾ വൈകിട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ വാക്കിംഗ് പോലുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ വാക്കിംഗ് വർക്കൗട്ടിൻ്റെ ഒരു വീഡിയോ നമ്മൾ പാർട്ട് 1 നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി, അത് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, ചെക്ക് ചെയ്യുക. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ നോക്കി ഫോളോ ചെയ്യാം. അതല്ലെങ്കിൽ പുറത്ത് നടക്കാൻ പോയിട്ട് വരാം. ഇപ്പോൾ ഒരു ചോദ്യം നോർമലി ഉണ്ടാവും, രാവിലെ വർക്കൗട്ട് ചെയ്യാൻ പറ്റാത്ത ആളുകളാണെങ്കിൽ എന്ത് ചെയ്യുന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങളൊക്കെ രാവിലെ പറഞ്ഞതുപോലെ ഫോളോ ചെയ്യുക. വൈകുന്നേരം നിങ്ങൾ നിർബന്ധമായിട്ടും വർക്കൗട്ട് ചെയ്യുക. പിന്നെ നമ്മൾ വർക്കൗട്ടും ഡയറ്റൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വെയിറ്റ് ലോസിനൊക്കെ വേണ്ടി ട്രൈ ചെയ്യുമ്പോഴാണെങ്കിലും നോർമലി ഒരു നല്ലൊരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുമ്പോഴാണെങ്കിലും കുറച്ചൊരു റിസ്ക് എടുക്കണം. കാരണം വർക്കൗട്ടിനും കഴിക്കുന്ന ഫുഡിനൊക്കെ വേണ്ടി കുറച്ചൊന്നും നമ്മളൊരു ശ്രദ്ധ നമ്മൾ കൊടുക്കുന്ന നല്ലതാണ്. വെറുതെ ഇരുന്നുകൊണ്ട് നമുക്ക് പറ്റുന്ന ഒരു സമയത്ത് വർക്കൗട്ടൊക്കെ ചെയ്യാന്നുള്ളതിനേക്കാൾ നല്ലത് അതിനുവേണ്ടി ഒരു സമയം നമ്മൾ കണ്ടെത്തുക, ബാക്കി കാര്യങ്ങൾക്കിടയിലൂടെ കണ്ടെത്തുക. ഇപ്പോൾ രാത്രി വർക്കൊക്കെ കഴിഞ്ഞ് നൈറ്റ് ലേറ്റായിട്ട് വീട്ടിൽ വരുന്ന ആളുകളാണെങ്കിലും അതെ, നിങ്ങൾ അതിന് വേണ്ടിയിട്ട് മാക്സിമം നേരത്തെ ഒരു സമയം കണ്ടെത്തുക, അല്ലെങ്കിൽ ടൈം അഡ്ജസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ രാത്രി നേരത്തെ കിടന്ന് രാവിലെ 1 മണിക്കൂർ മുമ്പ് എഴുന്നേറ്റ് ആ സമയത്ത് നമുക്ക് വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും സൗകര്യം അനുസരിച്ച് അറേഞ്ച് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു പോയത്. ഒരുപാട് പേർക്ക് റിസൾട്ട് കൊണ്ടുവന്ന നല്ലൊരു ഡയറ്റ് പ്ലാനാണ് നമ്മൾ ഇന്ന് പറഞ്ഞു പോയ കാര്യം എന്ന് പറയുമ്പോൾ. അപ്പോൾ അത് ഇതേപോലെ തന്നെ ഫോളോ ചെയ്യുക. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോയിട്ടുണ്ട്. ഇനി ഒന്നും കേട്ടില്ല എന്ന് പറയരുത്. അപ്പോൾ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. കൂടുതൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ.